ഇവിടെ ആരും ഇല്ലേ? പ്രേമേ, പ്രേമേ, എന്താ? എനിക്ക് ഭക്ഷണം വിളമ്പിത്ത. പറഞ്ഞത് കേട്ടില്ലേ? ഭക്ഷണം വിളമ്പി തരാൻ. ആവശ്യതയൊന്നുമില്ലല്ലോ, സ്വയം അങ്ങ് വിളമ്പി കഴിച്ചാൽ മതി. ഞങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെയാ ചെയ്യുന്നത്. നിങ്ങളെ പോലെ അല്ലല്ലോ ഞാൻ. എന്താടി, നിനക്ക് വല്ല കൊമ്പുണ്ടോ? ആ ഉണ്ട്, കൊമ്പുണ്ട്. എന്തിനും ഏതിനും മാലിക്കാരുണ്ടായിരുന്ന ഒരു വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതിനുള്ള വക എന്റെ അച്ഛനുണ്ടായിരുന്നു. ആ സൗകര്യം എനിക്ക് ഇവിടെയും കിട്ടണം. അതിനെ ഞങ്ങൾ ആരും നിന്റെ ബാലികരാവാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ നിൽക്കുമ്പോ ഇവിടുത്തെ രീതികൾക്കനുസരിച്ച് നീ ജീവിക്കണം. അങ്ങനെയായിരുന്നല്ലോ മോൾ ഇതുവരെ ജീവിച്ചിരുന്നത്. കല്യാണം കഴിഞ്ഞതോടെ അത് മാറാൻ എന്താ കാരണം? കാരണമൊന്നും ഞാൻ ആരെയും ബോധ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വിളമ്പി തരുന്നുണ്ടോ ഇല്ലേ, അത് മാത്രം പറഞ്ഞാ മതി. വിളമ്പി തരാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. നിനക്ക് വേണമെങ്കിൽ സ്വയം എടുത്ത് കഴിക്കാം. ഇന്ന് മാത്രമല്ല, എപ്പോഴും. ആണോ? അങ്ങനെയാണോ? ആ, അങ്ങനെ തന്നെയാ. എങ്കിൽ എനിക്കതൊന്ന് കാണണം. മര്യാദയ്ക്ക് ഭക്ഷണം വിളമ്പി തന്നോ, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ഞാൻ എടുത്തെറിയും. സിദ്ധു, നീ കിടന്ന് അലറണ്ട. ഞാനിത് അടുക്കളയെ കൊണ്ട് വെക്കാനാ പോകുന്നത്. ഭക്ഷണം ദൈവമാണെന്നാ ഞാനൊക്കെ പഠിച്ചിരിക്കുന്നത്. അത് നിന്ദിക്കുന്നവര് ഭക്ഷണം കഴിക്കണ്ട. അതിവിടെ കൊണ്ട് വെക്കാനാ പറഞ്ഞത്. എനിക്ക് സൗകര്യമില്ല. സിദ്ധു, അതിവിടെ വെക്കാനാ പറഞ്ഞത്. കൈ മാറ്റി മാറ്റാൻ. സിദ്ധു, സിദ്ധു, എന്റെ കയ്യിൽ വിടാൻ. മാറി വിടാൻ. ചന്ദ്രേ, എന്താ എന്താ പ്രശ്നം? അളിയ, ഇവൾക്ക് ഭ്രാന്ത്. അളിയ, ഭ്രാന്ത് എനിക്കല്ലടോ, തനിക്കും തന്റെ വീട്ടുകാർക്കും. എന്താ ചന്ദ്ര ഇത്? താൻ ആരാടോ ഇതിൽ ഇടപെടാൻ? അച്ചി വീട്ടിൽ വന്ന് 4 നേരം മൃഷ്ടാനം വിഴുങ്ങി സുഭിക്ഷയായിട്ട് ജീവിക്കല്ലേ താൻ? എന്നെ ഉപദേശിക്കാനും എന്റെ കാര്യങ്ങളിൽ ഇടപെടാനും തനിക്ക് എന്താടോ യോഗ്യത? ചന്ദ്രേ, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിയസോ ചെയ്യാം, ഞാനത് പറയാൻ പാടില്ല. മോളെ, കുടുംബം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നിനക്ക്? കൂടുമ്പോൾ ഇമ്പമുള്ളതാ കുടുംബം. ആ ഇമ്പം നിലനിൽക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഗിറ്റാർ വായിക്കുമ്പോഴാണോ? അതെ, ഗിറ്റാർ വായിക്കുമ്പോൾ തന്നെയാ. സ്നേഹത്തിന്റെ ഗിറ്റാർ വായിക്കുമ്പോ നീ അതിന് തയ്യാറാക്കണം.